സഞ്ചരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണോ? ഉണ്ടല്ലേ, അപ്പൊ അത് ഇല്ലീഗലാണ്. അതെ അതെ, ചിലപ്പോൾ അത് മാറ്റം വന്നേക്കാം, ചിലപ്പോ അത് പിന്നീട് വന്നേക്കായിരിക്കും. അല്ലാതെ ചിലരൊക്കെ ഓടുന്നുണ്ട്. 60,000 രൂപയുടെ ഫൈനിന്റെ കേസാ ആണല്ലേ. പക്ഷെ നമ്മുടെ പുതിയ LED ബോൾ അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ഏത് വണ്ടിയിലാണ് ചെയ്തേക്കുന്നത്? നമ്മുടെ മഹീന്ദ്രയുടെ പിക്കപ്പ് ആണ്. ബൊലേറോയുടെ പിക്കപ്പ് വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ വണ്ടിയാണ്. ശരി, പഴയ വണ്ടി എന്ന് പറഞ്ഞാല് ശരിക്കും ഇതൊരു കണ്ടെയ്നർ ബോഡി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന വണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള വണ്ടിയിൽ നമുക്കിപ്പോ ചെയ്യാനായിട്ട് പെർമിഷൻ ഉണ്ട്. പുതിയ വണ്ടി വേണമെന്നില്ല. പുതിയ വണ്ടി വേണമെന്നില്ല. ഓക്കെ, നമ്മുടെ LED ബോൾ ചെയ്യാൻ അപ്പൊ നമുക്ക് പഴയ വണ്ടി നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് മതി. പഴയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പക്ഷേ കണ്ടെയ്നർ ബോഡി ആയിട്ട് രജിസ്റ്റർ ചെയ്തായിരിക്കും. അങ്ങനെ ആയിരിക്കണം, അതായത് ഫുൾ കവർ ചെയ്തിട്ടുള്ള കവേർഡ് ബോഡി ആയിട്ട് രജിസ്റ്റർ ചെയ്തായിരിക്കും. അല്ലാതെ ഓപ്പൺ ബോഡിയെ ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതിന് ഫ്രഷ് ബോഡി തന്നെ വേണം അല്ലേ? ശരിക്കും അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഇപ്പം RC ബുക്കിൽ എന്താണ് കൊടുത്തേക്കുന്നത്? ഇത് കവേർഡ് ബോഡി ആയിട്ട് തന്നെ വരും. കവേർഡ് ബോഡി ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് LED ബോൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം അങ്ങനെ എന്തെങ്കിലും വരുമോ? വേറെ ഒന്നുമില്ല, ടാക്സ് പേ ചെയ്താൽ മതി. അഡ്വർടൈസ്മെന്റ് ടാക്സ് പേ ചെയ്താൽ മതി. വരുന്നുണ്ടല്ലേ? അത് ₹1 വെച്ചിട്ട് ഒരു സ്ക്വയർ സെന്റിമീറ്ററിനുള്ള ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത ഒരു ചെറിയ വണ്ടി, നേരത്തെ ഒരു വലിയൊരു വണ്ടി വരുന്നുണ്ടല്ലേ? നമ്മുടെ ഐഷറിന്റെ ഒരു കോഴിക്കോട്, ഇത് നിലമ്പൂരിലേക്കാണല്ലേ? നമുക്ക് അവിടെ വടക്ക് സൈഡിലോട്ടാണ്. നമ്മുടെ ഈ ഒരു മെഷർമെന്റ് എത്ര വന്നേക്കുന്നത്? ഇത് ഏകദേശം 7 ഫീറ്റ് ലെങ്ത്, 5 ഫീറ്റ് ഹൈറ്റ് ആണ് ഈ സൈഡ് വന്നേക്കുന്നത്. ഇതൊരു 4x5 വരും. ശരി, ഓക്കെ. അങ്ങനെ സൈഡിലും ഇത് വരും. അങ്ങനെ 3 സൈഡിലും നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇതിനകത്ത് കയറാൻ നമുക്ക് ഇതിനകത്താണ് ജനറേറ്റർ എല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. ഇത്രയും സ്ഥലം 3 സൈഡിലും ഒരേ രീതി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് ജനറേറ്റർ ഇതിനകത്ത് പിടിപ്പിച്ചിട്ട് ഈ 7 kVയുടെ ജനറേറ്ററിനകത്ത് പിടിപ്പിച്ചിട്ട് അതിനെ ഇൻ കേസ് റിപ്പയർ ചെയ്യണമെങ്കിൽ മേളിൽ കൂടെ എടുക്കുന്ന നമ്മൾ ചെയ്യാൻ പറ്റുമല്ലോ. ഇൻ കേസ് നമുക്ക് റിപ്പയറിങ്ങിന് വല്ലതും ജനറേറ്ററിന് പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. കറക്റ്റ് ആയിട്ട് എക്സോസ്റ്റ് ഫാൻ 2 സൈഡ് കൊടുത്തിട്ടുണ്ട്, മൈക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഈ കാണുന്ന LED പാനലിന്റെ ബാക്ക് സൈഡ് ഇതെല്ലാം നമ്മുടെ ആംപ്ലിഫയർ ഇതെല്ലാം അതവിടെ വരും. ഓക്കെ, ആ സ്വിച്ച് ഒക്കെയോ? ആ സ്വിച്ചിന് അങ്ങേപ്പുറത്ത് ഇതിന്റെ കൺട്രോളർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താ റൺ ചെയ്യേണ്ടെന്നുള്ള കൺട്രോളർ ഉണ്ട്. ഓക്കെ, അവിടെ കൊടുത്തേക്കും. നമ്മളെ പെൻഡ്രൈവിനകത്ത് അങ്ങനെ ചെയ്തേച്ചാൽ. ഓക്കെ, അതുപോലെ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു വോൾ മാത്രമായിട്ട് ഓൺ ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു വോൾ മാത്രം ഓൺ ആക്കാം, സിംഗിൾ ആയിട്ട്. മൂന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 സെപ്പറേറ്റ് MCB ആ കൊടുത്തേക്കും. ശരി, അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കുറച്ച് കുറവാകത്തുള്ളൂ. ഒരു റോഡിന്റെ സൈഡിലായിരുന്നെങ്കിൽ ആ സൈഡ് വേണ്ട, 1 സൈഡോ 2 സൈഡോ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ്, പഴയൊരു വണ്ടി നമ്മുടെ നിലമ്പൂരിലോട്ടാണ്, മഹീന്ദ്രയുടെ ഒരു പിക്കപ്പ് ആണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരു ഫുൾ കവേർഡ് ആയിട്ടുള്ള രീതി കിട്ടി. അപ്പൊ അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് LED പാനലെല്ലാം പിടിപ്പിച്ചു. പിന്നെ ക്യാമറ കൊടുത്തിട്ടുള്ള കുറെ എണ്ണം ക്യാമറ കൊടുത്തേക്കുന്നത് നമുക്ക് ഈ ഇത്രയും കാശ് മുടക്കി ഇത് ചെയ്തിട്ട് ആരെങ്കിലും പണി തന്നാൽ അന്ന് കുത്തിയൊക്കെ പൊട്ടിച്ചാലോ അല്ലെ? പല മൈൻഡുള്ള ആൾക്കാരല്ലേ, കല്ലൊക്കെ എടുത്തു തീർന്നില്ലേ? അത് തന്നെയല്ല, ഇതൊരു കമ്പനിക്ക് വേണ്ടി. അപ്പൊ കമ്പനിയോട് വാശിയുള്ളവർ കാണുമല്ലോ, ഉറപ്പായിട്ടും കോമ്പറ്റീറ്റേഴ്സ് കാണും. ഇത് പരസ്യ കമ്പനിക്ക് വേണ്ടിയാണ്? അല്ല, പരസ്യ കമ്പനിക്ക് വേണ്ടിയല്ല, ഇത് ഈ കമ്പനിക്ക് വേണ്ടിയാണ്. പ്രോഡക്റ്റ് ആണ്, അവരുടെ പ്രോഡക്റ്റ് ആണ്, അവരുടെ കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആൾക്കാർ വേണേൽ പണി കൊടുക്കാൻ. അതുകൊണ്ട് 3-4 സൈഡിലും നമ്മൾ സാധനം വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി ആണെന്നുള്ള. പക്ഷേ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ ഓൺ ആയിക്കൊണ്ട് നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കുന്ന പ്രോബ്ലം ഉണ്ടോ? അനുവദിക്കത്തില്ല. ഓക്കെ, അത് വലിയൊരു ഇതാണല്ലേ? വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മളത് ഹൈക്കോടതിന്റെ ഓർഡറാണ്. നമ്മൾ വണ്ടി എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഏതെങ്കിലും എക്സിബിഷനോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് അല്ലേ, അവിടെ കൊണ്ട് നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. എവിടെ നിങ്ങൾ റോഡിന്റെ സൈഡിലാണെങ്കിലും വണ്ടി നിർത്തിയതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ. പാർക്കിംഗ് പ്രശ്നമില്ലാത്ത രീതിയിൽ മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ മൈക്ക് സെറ്റ് ആണ്, മൈക്കാണ് കൊടുത്തത്. മേളത്തേത് മൈക്ക് സെറ്റ് ആണ്, താഴത്തേത് എക്സോസ്റ്റ് ആണ്. ഇതിനകത്ത് ഈ ജനറേറ്ററിന്റേതും അതുപോലെ തന്നെ LED വാളിന് ഇതുണ്ട്. അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അതിനകത്ത് എയർ വെളി തള്ളാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണല്ലേ. നമ്മുടെ ഈ ക്യാബിന് എന്തെങ്കിലും വ്യത്യാസം? ഒരു മാറ്റവും ഇല്ല, ബാക്കിൽ ഇത് ഫിറ്റ് ചെയ്തേക്കുന്നു മാത്രമേ ഉള്ളൂ. ആംപ്ലിഫയർ ഫിറ്റ് ചെയ്തേക്കുന്നു. ബോക്സ് എന്തോ വൈറ്റ് കളർ ബോക്സ് അല്ല, ഇത് ക്യാമറയുടെ ബോക്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് 2RTO കൊടുത്തേക്കുന്നത് ഞങ്ങൾ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി പോവാണല്ലേ, അതിന് വേണ്ടി. ഓക്കെ, അതാണ് ഈ പെയിന്റ് എല്ലാം നമ്മൾ പിന്നെ ഫുൾ ബ്ലാക്ക്. ആക്ച്വലി വൈറ്റ് കളർ ആയിരുന്നു വണ്ടി, അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇത് പ്രകാരം ബ്ലാക്ക് കളർ ആക്കിയതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ ഒത്തിരി ആൾക്കാർ ചോദിച്ചത് നനഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണെന്നുള്ള കാര്യം. ഒരു പ്രശ്നമില്ല. വാട്ടർ റെസിസ്റ്റന്റ് ആണ്. 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു LED കേടായി കഴിഞ്ഞാൽ ആ പോർഷൻ മാത്രം മാറ്റിയാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് ആ സൈഡിലാണ് അകത്തോട്ട് കയറാനുള്ള വഴി. അതെ. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയാണ് ഈ ഒരു വണ്ടി അവർ ചെയ്തിരിക്കുന്നത്.
നമ്മൾ കഴിഞ്ഞ പഴയ വണ്ടി ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി മാറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ ആണ് അത് പരസ്യ കമ്പനിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ യൂണിക്കോൺ വർക്സിന്റെ സഞ്ചരിക്കുന്ന ഒരു പരസ്യ വോൾ, LED വോൾ ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ പഴയ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ നിലമ്പൂരിലോട്ട് പോകുന്നു അല്ലേ? വർക്ക് ഫിനിഷ് ആയല്ലോ അല്ലേ? അതെല്ലാം കംപ്ലീറ്റ് ആയി. നാളെ ഇനി പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് LED വോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്സ് അച്ഛൻ നമ്പർ ഉണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്ത്. ഇതെല്ലാം അവരുടെ വണ്ടികളാണ് അച്ഛാ? വേറെ കുറെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന്. ഇലക്ഷൻ ഒക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ബിസിനസ് ആയി. അഡ്വർടൈസിംഗ് കമ്പനിക്ക് നല്ലൊരു ബിസിനസ്. ഒത്തിരി വണ്ടികളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ ഇപ്പോഴത്തെ 3 വണ്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? പണിഞ്ഞോണ്ടിരിക്കുക. പണിഞ്ഞോണ്ടിരിക്കുക. ഓക്കെ.